പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ഭാരതത്തിന്റെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ 1200 കിലോമീറ്ററിലധികം ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ പരീക്ഷണ ഓട്ടത്തിൽ മാത്രം 3200 ലിറ്ററിലധികം ഡീസലാണ് ലാഭിച്ചത്. മലിനീകരണം തീരെയില്ലാത്ത പുകയ്ക്ക് പകരം നീരാവി മാത്രം പുറന്തള്ളുന്ന ഭാരതീയ റെയിൽവേയുടെ ഈ സാങ്കേതിക കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങൾക്ക് ആകെ മാതൃകയാവുകയാണ്. ഹരിത ഊർജ രംഗത്ത് വികസിത രാഷ്ട്രങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ വിപ്ലവകരമായ കുതിപ്പ് തുടരുകയാണ്. ഹരിയാനയിലെ ജിന്ദിൽ നിന്നും സോനിപത്തിലേക്കുള്ള റെയിൽപാതയിൽ ഭാരതത്തിന്റെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ 1200 കിലോമീറ്ററിലധികം സുരക്ഷിതമായി ട്രയൽ റൺ പൂർത്തിയാക്കി. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഭാരതീയ റെയിൽവേയുടെ എഞ്ചിനീയർമാർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഇതിലെ അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ. ഡീസൽ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കിയതിലൂടെ 3200 ലിറ്ററിലധികം ഡീസലാണ് ഈ കുറഞ്ഞ കാലയളവിൽ മാത്രം ലാഭിക്കാൻ സാധിച്ചത്. 2400 കിലോവാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഡ്രൈവിംഗ് പവർ കാറുകളും ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികളും ചേർന്നാണ് ട്രെയിനിന് കരുത്തു പകരുന്നത്. ഇതിനായി ജിന്ദിൽ പ്രത്യേക ഹൈഡ്രജൻ സംഭരണ ഇന്ധന വിതരണ കേന്ദ്രവും ഭാരതീയ റെയിൽവേ സ്ഥാപിച്ചു കഴിഞ്ഞു. കരിപ്പുകയും മലിനീകരണവുമില്ലാതെ യാത്രാ മേഖലയിൽ ചരിത്രം കുറിച്ച ഹരിയാനയിലെ വിജയകരമായ ട്രയൽ റണ്ണിന് ശേഷം ഡൽഹി റൂട്ടിലേക്ക് പരീക്ഷണ ഓട്ടം വ്യാപിപ്പിക്കാനാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വന്ദേ ഭാരത് പോലെ ബുള്ളറ്റ് ട്രെയിൻ പോലെ മറ്റൊരു മഹാ അത്ഭുതത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് ഭാരതം. 2030 സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് റെയിൽവേ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ജനം, ഡൽഹി.